ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള മീനഭരണിയാണ്. നാളെ ഞായറാഴ്ച വരുന്നത് 2026 മാർച്ച് 22 ഞായറാഴ്ച മീനഭരണി. മകരം, കുംഭം, മീനം മാസങ്ങളിൽ വരുന്ന ഭരണി വളരെയധികം ഉത്തമമാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പറയുന്നത് തന്നെ കഴിഞ്ഞ വർഷം മീനഭരണിക്ക് ചെയ്യേണ്ടുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ്. ഒരുപാട് പേർക്ക് അതിൻ്റെ ഫലം കിട്ടിയിട്ടുള്ളതാണ്. കമൻറ്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. നാരങ്ങാമാല സമർപ്പിച്ച് എങ്ങനെ ഫലം നേടാമോ അതേ ഫലം ലഭിക്കുന്ന ഒരു വഴിപാടാണിത്. വളരെ ചെറുതാണ്. 10 രൂപ മാത്രം നിങ്ങൾ മുടക്കിയാൽ മതിയായിരിക്കും. പക്ഷേ ദേവിയുടെ വാത്സല്യവും അമ്മയുടെ അനുഗ്രഹവും ആവോളം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു വഴിപാടാണ് ഇത്. ഉഗ്രസ്വരൂപിണിയായ ഭദ്രകാളിയെ പൂജിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായ ദിവസമാണ് മീനഭരണി എന്ന് പറയുന്നത്. ധാരാളം ക്ഷേത്രങ്ങളിൽ ഈ ദിവസം ഉത്സവം, വിശേഷ പൂജകളും ഗുരുതിയും ഒക്കെ നടത്താറുണ്ട്. അതിൽ തന്നെ ഏറ്റവും വലുത് കൊടുങ്ങല്ലൂർ ഭരണിയാണ്. എല്ലാവരും അത് കേട്ടിട്ടുള്ളതായിരിക്കും. ആ സമയത്ത് അവിടെ പോകുന്നവരും കുറവല്ല. മാതൃസവിശേഷമായ ആത്മബന്ധമുള്ള മറ്റൊരു മൂർത്തിയും അമ്മയുടെ രൂപത്തിൽ നമുക്ക് നോക്കുമ്പം കാണാൻ കിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. വാത്സല്യ രൂപിണിയായ സാക്ഷാൽ ഭദ്രകാളി അമ്മ അധർമ്മത്തിൻ്റെ സംഹാരമൂർത്തിയാണ്. അതുകൊണ്ടാണ് ഭദ്രകാളി അമ്മയെ ഏറ്റവും നല്ല രീതിയിൽ പൂജിക്കുന്നവർക്ക് ശത്രുദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും തീണ്ടാതെ ഇരിക്കുന്നതും. അത്രമേൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടന്നു കിട്ടാൻ എല്ലാവരും മീനഭരണി ദിവസം വ്രതമെടുക്കണം. വ്രതമെടുക്കുന്നവർ മീനഭരണിയുടെ തലേ ദിവസമായ ഇന്ന് മാർച്ച് മാസം 21 ശനിയാഴ്ച വ്രതം തുടങ്ങണം. മത്സ്യങ്ങളും മാംസങ്ങളും ഉപേക്ഷിച്ച് ബ്രഹ്മചര്യം പാലിച്ചു വേണം നമ്മൾ വ്രതമെടുക്കാൻ. പുലാവാലായ്മ പോലെയുള്ള കാര്യങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വ്രതമെടുക്കരുത്. ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോൺ വെജ് ഒഴിവാക്കി എടുക്കുന്നതാണ് നല്ലത്. ഇന്നിപ്പോൾ ഈ വീഡിയോ കാണാൻ താമസിച്ചു പോയെങ്കിൽ ഇന്ന് സന്ധ്യയ്ക്കെങ്കിലും നോൺ വെജ് ഒഴിവാക്കി അരി ഒഴിച്ചുള്ള മറ്റെന്തെങ്കിലും ആഹാരങ്ങൾ കഴിച്ച് നാളെ മീനഭരണിയുടെ അന്ന് ഞായറാഴ്ച സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിക്കണം. കുളി എന്ന് പറഞ്ഞാൽ തല നനച്ചുള്ള കുളി തന്നെ വേണം. കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കണം. നമ്മുടെ വീട്ടിലുള്ള ദുർഗാദേവിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ലളിതാദേവിയുടെയോ വാരാഹിയമ്മയുടെയോ ലക്ഷ്മി ദേവിയുടെയോ ആറ്റുകാലമ്മയുടെയോ കൊടുങ്ങല്ലൂരമ്മയുടെയോ മൂകാംബിക ദേവിയുടെയോ ഏത് ദേവീഭാവമായിക്കൊള്ളട്ടെ ആ ഫോട്ടോയ്ക്ക് നല്ല ചുമന്ന പൂക്കളൊക്കെ സമർപ്പിച്ച് അമ്മയ്ക്ക് മുൻപിൽ നമ്മൾ നെയ്ദീപം കൊളുത്തണം. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം മീനഭരണിയുടെ അന്ന് രാവിലെയും വൈകിട്ടും തലയ്ക്ക് കുളിച്ച് ഏറ്റവും ശുദ്ധമായി ദേവിക്ക് മുൻപിൽ നമ്മൾ നെയ്ദീപം കൊളുത്തി തന്നെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. കാരണം ഈ ദിവസം നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിച്ചാൽ കാര്യസിദ്ധിയാണ് ഈ വ്രതം കൊണ്ടും ഈ ഒരു ദീപം കൊണ്ടും നമുക്ക് ഫലമായിട്ട് വരുന്നത്. അതുമാത്രവുമല്ല, എത്ര വലിയ തടസ്സങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി മാറിക്കിട്ടാൻ ഈ ഒരു വ്രതം എടുത്ത് അമ്മയെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് നല്ല ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ തരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ നെയ്ദീപം കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കണം. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്നുള്ള മന്ത്രം കഴിയുന്നത്ര ഏറ്റവും കുറഞ്ഞത് 21 തവണ ചൊല്ലണം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമഃ. ഇത് നിങ്ങൾക്ക് മകരഭരണി സമയത്ത് ഞാൻ പറഞ്ഞു തന്ന മന്ത്രമാണ്. ഈ ഒരു മന്ത്രം 108 പ്രാവശ്യം ജപിക്കാം. ഭദ്രകാളി 10 ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വീടിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ അന്നത്തെ ദിവസം ദർശനം നടത്തുന്നതും അമ്മയ്ക്ക് കടുംപായസം, ചുമന്ന പൂക്കൾ, പട്ട് ഇവയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഗുരുതി നടത്തുന്നതുമൊക്കെ വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അതിൽ തന്നെ 2 നേരവും കുളിച്ച് നെയ്വിളക്ക് കൊളുത്തി അമ്മയ്ക്ക് മുൻപിലിരുന്ന് ഞാൻ ഈ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ രാവിലെയും വൈകിട്ടും 48 പ്രാവശ്യം ജപിക്കുന്നത് കാര്യവിജയത്തിന് നമ്മളെ സഹായിക്കും. അതുമാത്രവുമല്ല, എല്ലാ ദിവസവും നിത്യജപത്തിനും നമുക്ക് ഈ ഒരു മന്ത്രം ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു ദിവസം ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളത്. അതിനു മുൻപ് നാരങ്ങാമാല സമർപ്പണം. അത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു വഴിപാടാണ്. അപ്പം നാരങ്ങാമാല വഴിപാട് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മകരഭരണിയിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് കണ്ട് ആ രീതിയിൽ എല്ലാവരും ചെയ്തു നോക്കണം. പ്ലേലിസ്റ്റിൽ കയറിയാൽ അത് കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഞാൻ ആ പറഞ്ഞ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് അതേപോലെ ക്ഷേത്രത്തിലോ വീട്ടിലോ അമ്മയ്ക്ക് നമ്മൾ നാരങ്ങാമാല സമർപ്പിച്ചാൽ അതിൻ്റെ ഫലം കിട്ടും. ഇനി ഈ ഒരു മീനഭരണിയിൽ നമ്മൾ എന്താണ് ദേവിക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മീനഭരണിയുടെ ചൂടിൽ ആ ഒരു താപത്തിൽ ദേവി ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നൊരു സമയമാണ്. അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിറം എന്ന് പറയുന്നത് തന്നെ ചുമലയാണ്.
നാളെ ഞായറാഴ്ചയാണ് ഇത് വന്നിരിക്കുന്നത്. സൂര്യഭഗവാന്റെ ദിവസമാണ്. സൂര്യന് പ്രിയപ്പെട്ട കളർ എന്ന് പറയുന്നത് ചുമപ്പാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുങ്കുമം വാങ്ങിക്കുക എന്നുള്ളതാണ്. കുങ്കുമം ഇപ്പം നിങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, വളരെ ബുദ്ധിമുട്ടിലാണെങ്കിലും ഒരു 10 രൂപ കൊടുത്ത് ഒരു ചെറിയ പാക്കറ്റ് കുങ്കുമം മേടിക്കുക. അങ്ങനെയല്ല, നിങ്ങളുടെ കയ്യിൽ നല്ലൊരു എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഒരു നല്ല കുങ്കുമം നോക്കി നമ്മൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ തൂക്കം, എത്ര ഗ്രാം, ഇതൊന്നും നോക്കേണ്ടുന്ന ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിന് നമുക്ക് എത്ര ദേവിക്ക് സമർപ്പിക്കാൻ പറ്റുമോ അതനുസരിച്ച് കുങ്കുമം മേടിക്കുക. ആ കുങ്കുമം വീട്ടിലോട്ട് വാങ്ങിച്ചു കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ നാളെ ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് വാങ്ങിക്കൊണ്ട് പോകുക എന്നുള്ളതാണ്. ഈ വീടിനടുത്താണ് ക്ഷേത്രം, കുങ്കുമം കിട്ടുന്നത് ദൂരെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വാങ്ങിച്ചു വെക്കുന്നതിലും തെറ്റില്ല. ഇനി അബ്രോഡൊക്കെ താമസിക്കുന്നവരാണ്, ഞങ്ങൾക്ക് കുങ്കുമം വാങ്ങിക്കാനായിട്ട് പറ്റില്ല, അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ വീടിനടുത്ത് ഈ പറയുന്ന പോലെ ഭദ്രകാളി ക്ഷേത്രമില്ല, അങ്ങനെയൊക്കെയുള്ളവർ വീട്ടിലുള്ള ദേവിക്ക് കുങ്കുമം സമർപ്പിക്കാവുന്നതാണ്. കുങ്കുമം വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. കുങ്കുമം കിട്ടാനില്ലാത്തവർക്ക് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതുമാണ്. സ്വന്തം കൈകൊണ്ട് അമ്മയ്ക്ക് കുങ്കുമം ഉണ്ടാക്കി സമർപ്പിക്കാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നതുമാണ്. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കടയിൽ നിന്ന് മേടിക്കുക. കുങ്കുമ പാക്കറ്റിനോടൊപ്പം തന്നെ ചുമന്ന കളറിലെ പൂക്കൾ, അത് ചെമ്പരത്തിപ്പൂവോ അരളിപ്പൂവോ താമരപ്പൂവോ റോസപ്പൂവോ എന്തുമായിക്കൊള്ളട്ടെ, അതുകൊണ്ടുള്ള മാലയോ അല്ലെങ്കിൽ ആ ഒരു പൂവോ. ഇനി അതിനോടൊപ്പം തന്നെ ചുമന്ന പൂക്കൾ കിട്ടാനില്ലാത്തവർ മുല്ലപ്പൂവ്, നല്ല മണമുള്ള മുല്ലപ്പൂവ് അമ്മയ്ക്ക് കേശാദിപാദം ചൂടാൻ പറ്റുന്ന രീതിയിൽ വാങ്ങിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇപ്പം ക്ഷേത്രത്തിൽ ആ ഒരു ദേവി സ്വരൂപത്തിന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ കിട്ടാത്തവർക്ക് ഉള്ളതാണെങ്കിലും വാങ്ങിക്കുക. ചില ക്ഷേത്രങ്ങളിലൊക്കെ ചിലപ്പം താമരപ്പൂ മാലയൊക്കെ നമുക്ക് കിട്ടും കേശാദിപാദം ചൂടാൻ. ഏകദേശം ആ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ ബിംബത്തിൻ്റെ ആ ഒരു നീളത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ റേറ്റും വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിനനുസരിച്ച് ഇതൊന്നും പറ്റില്ലാത്തവർ കുങ്കുമം മാത്രം മതിയാവും. ഇത് വാങ്ങിക്കുക, ക്ഷേത്രത്തിൽ പോകുക. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർ, അതായത് ഈ പൂവ്, താമരപ്പൂവ്, ചുമന്ന പൂവ്, വെള്ളപ്പൂവ്, ഇതൊന്നും പറ്റാത്തവർ ആ കുങ്കുമപ്പൂവിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് അമ്മയ്ക്ക് സമർപ്പിക്കാൻ നല്ല ചുമന്ന കളറിലെ പട്ട് തുണി കിട്ടും. പട്ടോ കോട്ടണോ എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് ആ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന എന്താണോ അതും കൂടി മേടിച്ച് 2 കൈയിലും പിടിച്ച് നിങ്ങളുടെ സർവ്വ വിഷമങ്ങളും നടത്തി കിട്ടേണ്ടുന്ന സർവ്വ ആഗ്രഹങ്ങളും അമ്മയോട് പറയുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വാത്സല്യ രൂപിണിയായ ദേവി നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്ന് സഹായിക്കും. അപ്പം നമ്മളങ്ങ് സമർപ്പിച്ചേക്കുക. ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, അമ്മയോട് പ്രാർത്ഥിക്കുമ്പം ഇത് രണ്ടും നമ്മുടെ 2 കൈയിലും വെച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ ദേവിയുടെ കണ്ണിലോട്ട് നോക്കി പ്രാർത്ഥിക്കണം. കണ്ണടച്ച് പിടിച്ച് ഒരിക്കലും പ്രാർത്ഥിക്കരുത്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് സാക്ഷാൽ ആ സ്വരൂപം കണ്ട് മതിമറന്ന് നിന്ന് പ്രാർത്ഥിക്കാനാണ്. അപ്പം കണ്ണടച്ച് നിൽക്കരുത്, പകരം കണ്ണുകൾ തുറന്ന് അമ്മയുടെ കണ്ണ്, ഐ കോണ്ടാക്റ്റ് ദേവിയുമായിട്ട് ഡയറക്റ്റായിട്ട് കണ്ണുകളിലോട്ട് നോക്കി നമ്മുടെ വിഷമങ്ങൾ പറയുക. ചിലപ്പോൾ നമുക്ക് വിഷമം വന്നേക്കാം, നമ്മൾ കരഞ്ഞേക്കാം, നമ്മളുടെ വാക്കുകൾ ഇടറിയേക്കാം. അതൊന്നും നിങ്ങൾ നോക്കേണ്ടുന്ന ആവശ്യമില്ല. ചുമ്മാതെ കരയുകയല്ലല്ലോ. ചിലർക്ക് ആ ഒരു സ്വരൂപം കണ്ടു കഴിയുമ്പോൾ ആനന്ദ കണ്ണീര് വരും. ചിലർക്ക് അവരുടെ വിഷമം കൊണ്ടുള്ള കണ്ണീരായിരിക്കും വരുന്നത്. അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അമ്മയുടെ പാദത്തിൽ തന്നെ സമർപ്പിക്കുക. ശരിക്കും ചില തിരുമേനിമാരൊക്കെ പറയുന്നത് പോലെ നമ്മുടെ കണ്ണീര് കൊണ്ട് അമ്മയുടെ പാദം കഴുകുക. അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഐ കോണ്ടാക്റ്റ് വെച്ച് ചുറ്റുമുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അപ്പുറത്തുള്ളവർ ഞാൻ കരയുന്നത് കണ്ടാലോ, ദയവ് ചെയ്ത് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പം നമ്മളിതൊന്നും ചിന്തിക്കരുത്. നമ്മളും ദൈവവും മാത്രമേ ഉള്ളൂ അവിടെ. ചുറ്റുമുള്ളവർ എന്ത് ചെയ്യുന്നു, ചുറ്റുമുള്ളവർ എന്ത് പറയുന്നു, അവർ നമ്മൾ കരയുന്ന കണ്ടാൽ നമുക്ക് നാണക്കേടാണോ, നമ്മുടെ പ്രാർത്ഥന കണ്ടാൽ അവർ ചിരിക്കുമോ, ഇതൊന്നും ചിന്തിക്കരുത്. സ്ട്രെയിറ്റ് ടു ദേവിയുമായിട്ടുള്ള ഐ കോണ്ടാക്റ്റ്. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്നു. ഈ കുങ്കുമവും ഇതും സ്വീകരിച്ച് അമ്മ ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കും. ചില ക്ഷേത്രങ്ങളിൽ ദേവിക്ക് പൂമൂടൽ, അതേപോലെ തന്നെ കുങ്കുമം കൊണ്ടുള്ള അഭിഷേകം, ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ചെയ്യുന്ന ക്ഷേത്രമാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ നേരത്തെ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം അതൊക്കെ കൊടുക്കുക. അമ്മയോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. വിഷമങ്ങൾ മുഴുവൻ ഇറക്കി വെക്കുക. നടന്നു കിട്ടേണ്ടുന്ന ആഗ്രഹം പറയുക. അവിടെ നിന്ന്
കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതി എന്നുള്ള മന്ത്രം എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും? ഒരു തവണയേ പറ്റുള്ളെങ്കിൽ ഒരു തവണ, അങ്ങനെയല്ല സമയമുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ ചൊല്ലുക. വിഷമങ്ങൾ അമ്മയോട് പറയുക. തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വരിക. അതിനുശേഷം അവിടെ ചുറ്റുന്ന കാര്യങ്ങളും അതൊക്കെ ചെയ്യണം. എല്ലാം ചെയ്ത് അമ്മയ്ക്ക് സമർപ്പിക്കാനുള്ളതൊക്കെ സമർപ്പിച്ച് വീട്ടിലോട്ട് വരിക. തീർച്ചയായിട്ടും കറക്റ്റ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ എന്തൊക്കെ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കുന്നതായിരിക്കും. സമർപ്പിച്ചിട്ടുള്ള ആഗ്രഹങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊരു ഉത്തരം ലഭിക്കുന്നതായിരിക്കും. ഇത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. വിശ്വാസപൂർവ്വം തന്നെ എല്ലാവരും ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. തീർച്ചയായും സാക്ഷാൽ ആദിപരാശക്തിയായ വാത്സല്യരൂപിണിയായ ഭദ്രകാളിയമ്മ നമ്മളെ കേട്ടിരിക്കും, നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം തന്നിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.